എസ് ജിതിൻ ദേവ് അങ്ങേക്ക് മറുപടി നൽകാം ശ്രീകുമാറിന്. അതോടൊപ്പം തന്നെ കേരളത്തിലെ വിഷയങ്ങളിൽ BJP എത്രത്തോളം അതിൽ പ്രാധാന്യം കാണുന്നു, കേരളത്തിലെ വിഷയങ്ങൾ ഏറ്റെടുക്കുന്നു? ഏറ്റവും ഒടുവിൽ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ ഒരു യുവാവ് അതിക്രൂരമായി മർദ്ദിക്കപ്പെട്ട വിഷയം, അതിന്മേൽ പോലീസ് എടുത്തിരിക്കുന്ന നടപടി എന്താണെന്ന ചോദ്യമാണല്ലോ. അതിൽ നിങ്ങൾ എവിടെ? സ്മൃതി, ഞാൻ അങ്ങേ ആദ്യം ഒരു കാര്യം ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ എനിക്ക് നിങ്ങൾക്ക് 3 പേർക്കാണ് മറുപടി തരേണ്ടുന്നത്. പക്ഷേ ഇവിടെ ശബ്ദത്തിൻ്റെ ചില സാങ്കേതിക പ്രശ്നങ്ങളും ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നത് പൂർത്തീകരിക്കാൻ ഞാൻ ചുരുങ്ങിയ സമയം എടുക്കും. അങ്ങ് എന്നെ അനുവദിക്കണം എന്നൊരു അഭ്യർത്ഥന ഞാൻ ആദ്യം തന്നെ അങ്ങേക്ക് മുമ്പാകെ വെക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ ശ്രീകുമാറും അതേപോലെ തന്നെ രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ ദാമോദർ പ്രസാദ് സാറും വലിയ ആവേശത്തോടെ വോട്ട് അധികാർ യാത്രയെ സംബന്ധിച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ചില കണക്കുകൾ അവരുടെ അറിവിലേക്കായിട്ട് ഞാൻ സൂചിപ്പിക്കാം. നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ച ഭാരത് ജോഡോ യാത്ര ശ്രീ രാഹുൽ ഗാന്ധി UP-യിൽ 80 ലോക്സഭാ സീറ്റുള്ള UP-യിൽ 20 സീറ്റിലാണ് നടത്തിയത്. അദ്ദേഹത്തിന് അവിടെ കിട്ടിയ സീറ്റ് 3 സീറ്റ്. മഹാരാഷ്ട്രയിൽ അദ്ദേഹത്തിന് കിട്ടിയത് 9 സീറ്റ്, 17 സീറ്റിലൂടെ അദ്ദേഹം യാത്ര നടത്തി. ബീഹാർ 40 സീറ്റുള്ള ബീഹാറിൽ 7 ലോക്സഭാ മണ്ഡലങ്ങളിലൂടെയാണ് അദ്ദേഹത്തിൻ്റെ ഭാരത് ജോഡോ യാത്ര കടന്നുപോയത്. അദ്ദേഹത്തിന് അവിടെ കിട്ടിയ സീറ്റ് 2 സീറ്റ്. ഹരിയാനയിൽ 5 ഇടത്തൂടെ പോയി കിട്ടിയത് 1. മധ്യപ്രദേശിൽ 29 എണ്ണമുള്ള മധ്യപ്രദേശിൽ 15 സ്ഥലത്തൂടെ പോയി കിട്ടിയത് 0. 26 സീറ്റുള്ള ഗുജറാത്തിൽ 5 സ്ഥലങ്ങളിൽ പോയി കിട്ടിയ സീറ്റ് 0. രാജസ്ഥാനിൽ 7 സ്ഥലത്തൂടെ പോയി കിട്ടിയ സീറ്റ് 4. തെലുങ്കാനയിൽ 7 സീറ്റിലൂടെ പോയി കിട്ടിയ സീറ്റ് 1. ആന്ധ്രാപ്രദേശിൽ എന്തെങ്കിലും സംശയമുണ്ടോ ശ്രീകുമാറിന്? ശ്രീകുമാർ കൈ ഉയർത്തി കാണി, എന്തെങ്കിലും സംശയമുണ്ടോ? അല്ല, ഇപ്പോൾ ആന്ധ്രാപ്രദേശിൽ 2 സീറ്റിലൂടെ പോയി അദ്ദേഹത്തിന് കിട്ടിയ സീറ്റ് വോട്ടുകൊള്ള എന്ന കാര്യം ഇപ്പോൾ പുറത്തേക്ക് പറയുന്നത് സീറ്റ് 0. ഇതിന്റെ ഭാഗമായിട്ട് കൂടിയാണ്. അല്ല, ഞാൻ പറയട്ടെ, ഭാരത് ജോഡോ യാത്രയുടെ റിസൾട്ടാണ് ഞാൻ പറയുന്നത്. ഭാരത് ജോഡോ യാത്രയുടെ റിസൾട്ടാണ് ഞാൻ പറയുന്നത്. നോർത്ത് ഈസ്റ്റില് 25 സീറ്റുള്ള ഭരിക്കുന്നില്ല എന്നുള്ളതാണ്. 25 സീറ്റുള്ള ഒരു നിമിഷം ഞാൻ പറയാം. 25 സീറ്റുള്ള നോർത്ത് ഈസ്റ്റില് 11 ഇടത്തൂടെ പോയി കിട്ടിയ സീറ്റ് 6. ഇതാണ് ശ്രീ സ്മൃതി ഭാരത് ജോഡോ യാത്രയുടെ റിസൾട്ട്. ഇപ്പൊ നിങ്ങൾ യാത്ര നടത്തൂ, നിങ്ങൾക്ക് ജനാധിപത്യ രാജ്യത്ത് നിങ്ങൾക്ക് അവകാശമില്ല, നിങ്ങൾ യാത്ര നടത്തൂ, ജനങ്ങൾക്ക് മുമ്പാകെ വെക്കൂ. പക്ഷെ നിങ്ങൾ ഈ വിഷയത്തിൽ നിന്ന് സംസാരിക്കുന്ന സമയത്ത് ഇപ്പോൾ ഇവിടെ ശ്രീകുമാർ ഭൂമിക്ക് ആകാശത്തിന് താഴെയുള്ള മുഴുവൻ വിഷയങ്ങളെ പറ്റി സംസാരിച്ചല്ലോ. നിങ്ങൾ ഇവിടുത്തെ ജനങ്ങളെ അഡ്രസ് ചെയ്ത് സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾ എന്തിനാണ് ആന്റി നാഷണൽ എലമെന്റ് പ്രദർശിപ്പിക്കുന്നത്? നിങ്ങൾ എന്തിനാണ് ഒരു രാജ്യം ഒരു ഭർത്താവ്? നിങ്ങളുടെ സ്റ്റേറ്റ്മെന്റ് അല്ലേ? ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ഡോക്ടർ ശ്രീ ദാമോദർ പ്രസാദ് സാർ, അദ്ദേഹം രാഷ്ട്രീയ നിരീക്ഷകന്റെ ഉടുപ്പണിഞ്ഞാണ് ഇരിക്കുന്നത്. അദ്ദേഹം സ്ഥിരമായി BJPക്കെതിരെ അദ്ദേഹത്തിന്റെ എന്താ പറയുക ഒരു ഇതുണ്ടല്ലോ, എന്താണ് ട്രൂ കോപ്പി തിങ്ക്, അതിനകത്ത് ലേഖനങ്ങൾ എഴുതാറുള്ള ആളല്ലേ. ഗബ്ബാർ സിംഗ് ടാക്സ് ആണെന്ന് പറഞ്ഞ് കഴിഞ്ഞ ദിവസം അദ്ദേഹം എഴുതിയ ലേഖനം ഞാൻ വായിച്ചിരുന്നു. ഗബ്ബാർ സിംഗ് ടാക്സ് ആണ്, ഫെഡറലിസത്തിന്റെ 2 കൈകളും വെട്ടിക്കളഞ്ഞു എന്ന് പറഞ്ഞ് അദ്ദേഹം എഴുതി. ഞങ്ങൾ വല്ല വിമർശനങ്ങൾ പറയുന്നുണ്ടോ? അദ്ദേഹത്തിന്റെ അവകാശമാണ്. നരേന്ദ്രമോദി 3ാമത് പ്രധാനമന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ സമയത്ത് അദ്ദേഹം എഴുതിയിട്ടുണ്ട്, ഇങ്ങനെ വേണം ഒരു ഏകാധിപതിക്കെതിരെ രാജ്യം ഒന്നിക്കാൻ എന്ന് ഞാൻ വായിച്ചു. അത് അദ്ദേഹത്തിന് വിമർശിക്കാനുള്ള അധികാരമുണ്ട്. പക്ഷേ ഇവിടെ എന്താണ് സ്മൃതി ചെയ്യുന്നത്? രാജ്യത്തെ അപമാനിക്കുക, രാജ്യത്തെ ജനങ്ങളെ അഭിമാനിക്കുക, ഡിവൈഡ് ആൻഡ് റൂൾ എന്ന പോലെ കേരളത്തിൽ ഇരുന്നുകൊണ്ട് ബീഹാറിനെ അപമാനിക്കുക, ബീഹാറിൽ നിന്നുകൊണ്ട് മറ്റു സംസ്ഥാനത്തെ അപമാനിക്കുക. ഇങ്ങനെ ഓരോ സമയത്തും ഓരോ നിലപാടുകൾ. അതാണ് നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഇവിടെ സ്മൃതി ചോദിച്ചു കസ്റ്റഡി മരണത്തെ സംബന്ധിച്ച്. നിങ്ങൾ BJPയുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലൊക്കെ ഒന്ന് പരിശോധിക്കണം സ്മൃതി, ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം. എല്ലാവരും അതിനെ അങ്ങേയറ്റം നിശ്ചിതമായി വിമർശിക്കുന്നുണ്ട്. ഒരുപക്ഷെ അദ്ദേഹം കോൺഗ്രസ് പ്രവർത്തനമായിട്ട് കുറച്ചും കൂടി അഗ്രസീവായിട്ട് ആ സമരത്തെ നെഞ്ചേറ്റി നടക്കുന്നുണ്ട്. ഞങ്ങൾ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെല്ലാം വികസിത കേരളം എന്ന കാഴ്ചപ്പാടാണ് സ്മൃതി. വികസിത കേരളം എന്ന കാഴ്ചപ്പാട് ഈ നാടിന് നന്മയ്ക്ക് വേണ്ടിയാണ് ഈ സ്മൃതി. ശ്രീ രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന അധ്യക്ഷനായി ചുമതലയേറ്റ അന്ന് മുതൽ ഇന്ന് വരെ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വികസിത കേരളം എന്നാണ്. ഈ അപകട രാഷ്ട്രീയത്തെ തുറന്നു കാണിക്കാനാണ് അദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ രാജ്യത്തെ ഈ സംസ്ഥാനത്തെ ജനങ്ങൾക്ക് ഉയർച്ചയുണ്ടാവണം. സ്മൃതി, നിങ്ങൾക്കൊരു വിഷയം കിട്ടിയത് അവസാനം അയ്യപ്പ സംഘമാണ്. അതുവരെ കേരളവുമായി ബന്ധപ്പെട്ട് കേരള സർക്കാരുമായി ബന്ധപ്പെട്ട് എത്രത്തോളം വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. അതാണ് ചോദിക്കുന്നത്. ഇപ്പോൾ ഈ പോലീസ് കസ്റ്റഡിയിൽ ഒരു യുവാവിന് അതിക്രൂരമായ മർദ്ദനമേറ്റ വിഷയം നിങ്ങൾ ഏറ്റെടുത്തോ? സ്മൃതി, ആ വിഷയത്തിൽ എത്രമാത്രം BJPയുടെ പ്രതികരണം വന്നിട്ടുണ്ടെന്ന് അങ്ങ് പരിശോധിച്ചാൽ അങ്ങേക്ക് അത് മനസ്സിലാവും. അങ്ങ് അത് കാണാതെ ഈ നാട്ടിലെ എല്ലാ ജനകീയ വിഷയം ഈ നാട്ടിലെ എല്ലാ ജനകീയ വിഷയങ്ങളിലും BJP കൃത്യമായി പ്രതികരിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിന്റെ വികസന കാഴ്ചപ്പാടിനെ സംബന്ധിച്ച് BJPക്ക് കൃത്യമായ കാഴ്ചപ്പാടുണ്ട്, മാസ്റ്റർ പ്ലാൻ ഉണ്ട്. BJP ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് തരാൻ നിങ്ങൾ ഒന്നുകിൽ എന്നെ സംസാരിക്കാൻ അനുവദിക്കുക. നിങ്ങൾ ചോദിക്കുന്ന ചോദ്യം ഞാൻ സംസാരിച്ചു തീർത്തപ്പോൾ അതിന്റെ അവസാനം മാത്രമാണ് എനിക്ക് കേൾക്കാൻ സാധിക്കുന്നത്.
അതുകൊണ്ട് അങ്ങ് എന്നെ സംസാരിക്കാൻ അനുവദിക്കണം. ഞാൻ BJP-യുടെ ഭാഗം പറയാനല്ലേ വന്നിരിക്കുന്നത്. അങ്ങ് എന്തിനാണ് അങ്ങനെ അസ്വസ്ഥതയാവുന്നത്? അങ്ങ് ഒന്ന് സമാധാനത്തിരിക്കും. ഇവിടെ ശ്രീകുമാർ സാർ ചോദിക്കുന്നുണ്ടായിരുന്നു, ഇവിടെ BJPക്ക് ഇവിടെ ഞങ്ങൾക്ക് BJP-യെ മാറ്റി നിർത്തി LDF UDF. സാർ 20% വോട്ടുള്ള ഒരു പാർട്ടിയായിട്ട് മാറി ഞങ്ങൾ. സാർ 5 പേര് കേരളത്തിൽ വോട്ട് രേഖപ്പെടുത്തുന്ന സമയത്ത് അതിനകത്ത് ഒരാൾ BJPക്ക് വോട്ട് ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് ഞങ്ങൾ മാറിയിട്ടുണ്ട് സാർ. അതുകൊണ്ട് അങ്ങ് BJP-യെ രാഷ്ട്രീയത്തെ അങ്ങ് കുറ്റം പറഞ്ഞോളൂ, പക്ഷേ അങ്ങ് BJP-യെ ചെറുതായി കാണിക്കാൻ ശ്രമിക്കരുത് കേരളത്തിൽ. കാരണം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അങ്ങേക്ക് അതിനെ സംബന്ധിച്ച് കൃത്യമായ റിസൾട്ട് കിട്ടും. മറ്റൊരു കാര്യം ശ്രീ ദാമോദർ സാർ പറഞ്ഞത് ഗതികേടാണ് സാർ. ഇത് ഗതികേടല്ല. ഈ സോഷ്യൽ മീഡിയ പോസ്റ്റുകളൊന്നും ഗതികേടല്ല. ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് ആരെയൊക്കെയോ സുഖിപ്പിക്കാൻ വേണ്ടിയിട്ട് ഏതൊക്കെയോ ആൾക്കാരുടെ സാറ്റിസ്ഫാക്ഷൻ വേണ്ടിയിട്ട് ഇവർ ചെയ്തു കൂട്ടുന്ന പ്രവൃത്തികളാണ്. അത് അങ്ങത് മനസ്സിലാക്കാൻ ശ്രമിക്കാത്തതിന്റെ പ്രശ്നമാണ് അങ്ങ് ഇതിനെയൊക്കെ ഗതികേട് എന്ന് പറയുന്നത്. പിന്നെ രാഹുൽ ഗാന്ധിക്ക് ഫോളോവേഴ്സ് കൂടിയതിനെ പറ്റി ശ്രീമതി സ്മൃതി പറഞ്ഞല്ലോ. രാഹുൽ മാങ്കൂട്ടം, എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സ് ഉള്ള ഒരു കോൺഗ്രസ് നേതാവാണ് രാഹുൽ മാങ്കൂട്ടം. ഞാൻ പറയണ്ടല്ലോ അവസ്ഥയൊന്നും, ഞാൻ അങ്ങേ പറഞ്ഞ് ബോധ്യപ്പെടുത്തണ്ടല്ലോ ആ സാഹചര്യമൊന്നും. അതുകൊണ്ട് ഇതൊന്നും ജനങ്ങൾ കാര്യമാക്കുന്നില്ല. നമുക്ക് ചർച്ച ചെയ്യേണ്ടത് രാജ്യത്തിന്റെ വികസനമാണ്. ഈ രാജ്യം നോക്കൂ, നിങ്ങൾ GST-യെ പറ്റി ചർച്ച ചെയ്യൂ ശ്രീകുമാർ സാർ. ഈ രാജ്യം എങ്ങനെ ട്രംപിന്റെ തീരുവയെ നമ്മൾ എങ്ങനെ നേരിടുന്നതിനെ പറ്റി ചർച്ച ചെയ്യും. അല്ലാതെ ഇങ്ങനെ വന്നിരുന്നിട്ട് രാജ്യത്തെ അപമാനിക്കുക, അതിൽ വേദന ഉണ്ടായിരുന്നില്ല, അത് അഭിമാനമായി മുന്നോട്ട് വെക്കുകയുമായിരുന്നു. തിരിച്ചെത്താൻ ഇടവേളയ്ക്ക് ശേഷം കേരളം നിങ്ങൾ ഉദ്ദേശിച്ചത് കേരള സ്റ്റോറി. Debate with Smriti Parithikar.